ദേശവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമായി കേരളം മാറുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിരീക്ഷണം കേരളത്തിലെ സാധാരണക്കാരുടെ മനസ്സിൽ തീ കോരിയിടുന്നതാണ്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ ഇരു മുന്നണികളും മുസ്ലിം പ്രീണനത്തിനിടെ നാടിനെ ദേശവിരുദ്ധരുടെ താവളമാക്കുന്നു ആരോപിച്ച അദ്ദേഹം ഈ ഭീകര യാഥാർത്ഥ്യത്തെ നേരിടാൻ കേരള സർക്കാർ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിക്കാനും മറന്നില്ല. ബി.ജെ.പിയുടെ ആസ്ഥാന മന്ദിരമായ മാരാർ ഭവനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അമിത്ഷാ തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ വാർഡ് തല നേതൃസംഗമത്തിൽ പ്രസംഗിക്കവെയാണ് ആരോപണം ഉന്നയിച്ചത്. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ആശയങ്ങളുമായി വിഹരിക്കുന്നവർ ധാരാളമുണ്ടെന്നാണ് പൊതുസമൂഹത്തിന്റെ ആശങ്ക. അവരുടെ പേരിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്നാണോ എന്നതിൽ മാത്രമാണ് സംശയം. കേരളത്തിൽ മുസ്ലിം തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ എന്ന പോലെ പ്രധാനമന്ത്രിയുടെയും അടുത്ത ആളായി കരുതപ്പെടുന്ന കേരളത്തിലെ മുൻ DGP ലോക്നാഥ് ബെഹ്റയാണ്. ലോകത്ത് മുസ്ലിം തീവ്രവാദി ഭരണം സ്ഥാപിക്കപ്പെട്ട എല്ലായിടത്തും അതിന്റെ ആദ്യപടിയായിരുന്നു സ്ലീപ്പർ സെല്ലുകൾ. ഇത്തരം സെല്ലുകളുടെ കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇത്രയും വലിയ ഒരു വിവരം DGP മുഖ്യമന്ത്രിയെ അറിയിച്ചില്ലെന്ന് വിശ്വസിക്കാനാകില്ല. അപ്പോൾ സർക്കാർ അത് വലിയ കാര്യമായി എടുക്കുന്നില്ല എന്നല്ലേ അർത്ഥം? ഈ വെളിപ്പെടുത്തൽ വലിയ വിവാദമാകാതിരിക്കാൻ പ്രതിപക്ഷവും ശ്രദ്ധിച്ചു. ഇടത് വലത് മുന്നണികൾ നാടിനെ ദേശവിരുദ്ധരുടെ താവളമാക്കുന്നുവെന്ന് ഭയപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മുസ്ലിം തീവ്രവാദികൾ കേരളത്തിൽ കുഞ്ഞുങ്ങൾക്കിടയിൽ വരെ തീവ്രവാദ ആശയങ്ങൾ കുത്തിവെക്കുന്നില്ലേ എന്ന് സാധാരണക്കാർ ഭയപ്പെടുന്നു. മുസ്ലിം ജനസമൂഹത്തിലെ ഭൂരിഭാഗവും തീവ്രവാദികളിൽ പെടുന്നവരല്ല. പക്ഷെ അവർക്കും തീവ്രവാദികളെ ഭയമാണ്. അവർക്കെതിരെ വായ തുറക്കില്ല. താലിബാനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് കേരളത്തിലെ മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ MK മുനീറിന് വധഭീഷണിയുണ്ടായി. മുനീറിനെ അനുകൂലിച്ച് ഒരു നേതാവും രംഗത്ത് വന്നില്ല. പിൻവലിക്കണമെന്ന് ഭീഷണി ഉണ്ടായിട്ടും അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചില്ല. എങ്കിലും പിന്നീട് അത്തരം പോസ്റ്റുകൾ എഴുതാതിരിക്കാൻ ശ്രദ്ധിച്ചു. മുനീർ കൊടുത്ത പരാതിയെക്കുറിച്ച് പിന്നീടൊന്നും കേട്ടതുമില്ല. 2020 ജിഹാദിനെ കുറിച്ചുള്ള പുസ്തകം മഷാറി അൽ അഷ്വാഖ് ഇലാ മഷാറി അൽ ഉഷാഖ് നിരോധിക്കാൻ സർക്കാർ തയ്യാറായില്ല. പുസ്തകം നിരോധിക്കാത്തതിൽ പ്രതിപക്ഷവും ബഹളം വെച്ചില്ല. മാത്രവുമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായ സഖ്യം പ്രഖ്യാപിച്ചു. ഇതെല്ലാം കാണുന്നവരുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന വാക്കുകളാണ് അമിത്ഷാ പറഞ്ഞത്. അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. ഒരു നിരോധിത തീവ്രവാദ സംഘടന ഒരു സംസ്ഥാനത്ത് പ്രവർത്തനം തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് പറയുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് കാണുമ്പോൾ പകച്ചു പോകുന്നത് പോലെ ദേശവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമായി കേരളം മാറുന്നു എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആരോപണം കേൾക്കുമ്പോഴും ജനം സംശയിച്ചു പോകുകയാണ്. ഇടതു വലത് മുന്നണികൾക്ക് കേരളത്തിൽ അധികാരം പിടിക്കാൻ മുസ്ലിം പ്രീണനം അനിവാര്യമാണ്. മുസ്ലിം താൽപ്പര്യങ്ങൾ വഴിവിട്ട് സംരക്ഷിക്കുന്നതിനെ ന്യൂനപക്ഷ സംരക്ഷണം എന്നാണ് അവർ ചിത്രീകരിക്കുന്നത്. അവർക്ക് ന്യൂനപക്ഷം എന്നാൽ മുസ്ലിങ്ങളാണ്. ക്രൈസ്തവർ അടക്കമുള്ള മറ്റു ന്യൂനപക്ഷങ്ങൾ അവരുടെ പുസ്തകത്തിൽ ഇല്ലാത്ത മട്ടാണ്. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ പീഡന സംഭവങ്ങൾ മാത്രമാണ് അവരുടെ വിഷയം. ഡൽഹിയിൽ പൊതുനിരത്തിലൂടെ കുരിശിന്റെ വഴി അനുവദിക്കാതിരുന്നാൽ വലിയ വായിൽ കരയും. കേരളത്തിൽ സർക്കാർ തന്നെ കുരിശ് തകർക്കും. കുരിശ് സ്ഥാപിച്ചതിന് കേസുമെടുക്കും. 2026 BJP കേരളം പിടിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു. ത്രിപുരയിലും ഒഡീഷയിലും തെലങ്കാനയിലും ആസാമിലും ഉണ്ടായ അട്ടിമറി മുന്നേറ്റം കേരളത്തിലും ഉണ്ടാകുമെന്നാണ് അമിത്ഷാ പ്രവചിക്കുന്നത്. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 11% വോട്ട് ലഭിച്ച BJPക്ക് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് ലഭിച്ചെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഓഹരി 25% ആകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായ വിവരമുള്ളവർ ഇപ്പോഴിതിനെ കരുതൂ. മുസ്ലിം പ്രീണന പ്രവർത്തനങ്ങളിലൂടെ ഇടതു വലത് മുന്നണികൾ മറ്റു സമുദായങ്ങളിൽ നിന്ന് അകലുന്നതിന്റെ ഗതിവേഗം പോലിരിക്കും ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന്. അപകടം മനസ്സിലായി CPM ആവേശം തല്ലു കുറച്ചിട്ടുണ്ട്. 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കേരളത്തിലെ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ കരുക്കൾ നീക്കുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി മുരളീധരന്റെ പക്ഷത്തെ ഒതുക്കി PK കൃഷ്ണദാസ് പക്ഷത്തിന് മുൻതൂക്കം നൽകി അദ്ദേഹം കൊണ്ടുവന്ന പുതിയ ടീമിനെ തലമുറ മാറുന്ന ടീം എന്നാണ് അവർ വിളിക്കുന്നത്. MT രമേശ്, ശോഭ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവരാണ് പുതിയ ജനറൽ സെക്രട്ടറിമാർ. സുരേന്ദ്രൻ മുരളീധര പക്ഷത്തെ C കൃഷ്ണകുമാറിനെയും P സുധീറിനെയും വൈസ് പ്രസിഡന്റുമാരാക്കി. വൈസ് പ്രസിഡന്റുമാരിൽ മുൻ DGP ശ്രീലേഖയും ഷോൺ ജോർജുമുണ്ട്. പാർട്ടിയുടെ കോർ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിമാർ മാത്രമാണ് സാധാരണ പങ്കെടുക്കുന്നത്. അതായത് പാർട്ടി ഭരണത്തിൽ മുരളീധര പക്ഷത്തിന് പിടിവിട്ടുവെന്ന്. എല്ലാവരെയും ചേർത്ത് നിർത്തിയല്ലാതെ ആരെയും വെട്ടിനിരത്തി കേരളം പിടിക്കാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല. ഈ പാരാവാരത്തിലേക്കാണ് മുഖ്യമന്ത്രി പദമോഹവുമായി ശശി തരൂർ എത്താനിരിക്കുന്നത്. ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയുണ്ടത്രേ. വോട്ട് വൈബ് എന്ന സ്വകാര്യ ഗവേഷണ സ്ഥാപനം നടത്തിയ ഈ പഠന റിപ്പോർട്ട് തരൂർ തന്നെയാണ് പുറത്തുവിട്ടത്. വോട്ട് വൈബുകാർ കണ്ടവരിൽ 28.3% തരൂർ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ആകണമെന്ന് അഭിപ്രായക്കാരാണ് പോലും. VD സതീശനാണ് രണ്ടാം സ്ഥാനം, 15.4% വോട്ട്.
രമേശ് ചെന്നിത്തലയ്ക്ക് 8.2% വോട്ട് കിട്ടി. KC വേണുഗോപാലിന് 4.2% വോട്ട് കിട്ടി. ഇടതുമുന്നണി വന്നാൽ KK ശൈലജ മുഖ്യമന്ത്രിയാകണമെന്നാണ് 24.2% ആഗ്രഹിക്കുന്നത്. പിണറായി വീണ്ടും വരണമെന്ന് 17.5% ആഗ്രഹിക്കുന്നുള്ളൂവത്രേ. ഈ വാർത്ത വരുമ്പോൾ തരൂർ ലണ്ടനിലായിരുന്നു. 2047 ഇന്ത്യ എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ മോദിയെ സ്തുതിച്ചു. 78 വർഷത്തിനു ശേഷം അടിസ്ഥാന നയങ്ങൾ മാറിയെന്ന് പറഞ്ഞു. വാക്കുകളിലൂടെ അദ്ദേഹം കോൺഗ്രസിനെ കുത്തുന്നു. തരൂർ എങ്ങോട്ടാണെന്ന കാര്യത്തിൽ ആർക്കും ഇപ്പോൾ സംശയമില്ല.